ബസൂക്ക. അങ്ങനെ വീണ്ടും ഒരു മമ്മൂക്ക ചിത്രത്തിൻ്റെ ടീസർ ഇപ്പോൾ ഔട്ടായിരിക്കുകയാണ്. നമുക്ക് ആദ്യം ഇത് കാണാം. ശരിക്കും ഗൗതം ബോസ് പോപ്കോൺ ഞങ്ങൾ സെക്കൻഡ് ഷോ കണ്ടു. ഞാൻ പടം കണ്ടുപിടിക്കാത്ത ഓക്കെ. ഒന്നിൽ തുടങ്ങി നൂറിൽ അവസാനിക്കുന്ന ഇത് പറഞ്ഞാൽ ഒരു ഗെയിം റിലേറ്റഡ് സിനിമ എന്നാണ്. Then who are you? Who are you? Who? It's up to your time. മനുഷ്യൻ അപ്പൊ പണിയാണ് 8-2-16. ഈ കഥയിൽ നമ്മൾ ചെയ്യാത്തത് അത് മമ്മൂക്ക സ്വന്തമായിട്ട് പറഞ്ഞാലാണല്ലോ. ടീന ഡെന്നീസ്. ഇത് അനൗൺസ് ആയപ്പോൾ തന്നെ ഒരു ഗെയിം റിലേറ്റഡ് എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇതിനകത്ത് ഗെയിം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വീഡിയോ ഗെയിം ഒരു കൺസെപ്റ്റിൽ ആദ്യം പറഞ്ഞ സമയത്ത് മമ്മൂക്ക ഒരു പ്ലെയറാണ്, അതായത് ഗെയിമിനകത്തുള്ളൊരു പ്ലെയറാണെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. ഇതൊരു കഥയ്ക്കകത്ത് വരുന്ന ഗെയിമായിട്ട് അതെങ്ങനെ ഇൻ്റർലിങ്ക് ചെയ്തിട്ടുണ്ടെന്നൊരു കൺഫ്യൂഷനുണ്ട്. പക്ഷേ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊരു പ്രോജക്റ്റാണ്. മമ്മൂക്ക എപ്പോഴും ഒരു പരീക്ഷണ ചിത്രങ്ങൾ കൈവെക്കുന്ന ആളാണല്ലോ. അപ്പോൾ വീണ്ടും ഒരു പുതിയ സംവിധാനം എടുത്തു പറയണം. ഡീനോ ഡെന്നീസ്, ഐ തിങ്ക് കലൂർ ഡെന്നീസ് എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റാണിത്. നമുക്ക് എപ്പോഴും ഒരു പുതിയ പിള്ളേരുമായിട്ട് എങ്ങനെയാണ് എപ്പോഴും അസോസിയേറ്റ് ചെയ്യുന്ന സമയത്തൊരു വെറൈറ്റി സാധനം വരാറുണ്ട്. അത് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കും എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ പ്രതീക്ഷ. ടീസറിനകത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ റിവീൽ ചെയ്തിട്ടില്ല. ഗെയിം റിലേറ്റഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് തരത്തിലുണ്ടല്ലോ. ഗെയിം മീൻസ് നമ്മൾ റിയൽ വേൾഡിൽ കളിക്കുന്ന ഗെയിമും അങ്ങനെ വരുമല്ലോ. ആ ഒരു കൺസെപ്റ്റിലായിരിക്കും ഇത് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ടീസർ കണ്ടിട്ട് ആ ഒരു കൺഫ്യൂഷനുണ്ട്. പിന്നെ ഗൗതം വാസുദേവ് മേനോൻ, അദ്ദേഹത്തിൻ്റെ ഒരു മലയാളം എൻട്രി. എനിക്കൊന്ന് ഈ പടത്തിൻ്റെ സമയത്ത് തന്നെയാണ് ഇവർ തമ്മിലൊരു പുതിയൊരു പടം ഓണായത്. അദ്ദേഹത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോൾ തന്നെയാണ്. എന്തായാലും കാത്തിരിക്കുക. ഒരു ടീച്ചർ കണ്ടിട്ട് എന്തൊക്കെയോ വകയുണ്ടെന്നുള്ളത് ഡെഫിനറ്റ്ലി ഉണ്ട്. ഇതിൻ്റെ മ്യൂസിക് എഡിറ്റിംഗ് പറയണം. മ്യൂസിക് ചെയ്തിരിക്കുന്നത് നമ്മുടെ എബ്രഹാം ഓസ്ലറൊക്കെ ചെയ്ത അദ്ദേഹമാണ്. പിന്നെ എഡിറ്റ് ചെയ്തിരിക്കുന്നത് നിഷാദാണ്, നമ്മുടെ കാങ്കോ ഒക്കെ ചെയ്യുന്ന അദ്ദേഹം തന്നെയാണ് എൻ്റെ എഡിറ്റർ. പടം ഒരു പൊളിയാകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. മമ്മൂക്കയ്ക്ക് എങ്ങനെയായിരിക്കും ഇങ്ങനൊരു വെറൈറ്റി സാധനങ്ങൾ എപ്പോഴും കിട്ടുന്നത്? ഇവിടെ പലർക്കും അത് കിട്ടുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിനത് എങ്ങനെ വരുന്നുണ്ട്. അദ്ദേഹം എടുത്ത ഈ ഒരു സാധനത്തിൻ്റെ ഒരു നല്ലൊരു പടം തന്നെ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇതിൻ്റെ ട്രെയിലർ, അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി വരുന്നതായിരിക്കും. എന്തായാലും ടീസർ കൊള്ളാം. അത്യാവശ്യം ഒരു സസ്പെൻസൊക്കെ നിലനിർത്തി തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. നിങ്ങൾ ഈ ടീസർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.